There's no crime. Let's take both of our souls and intertwine. When it comes to you, don't be blind. Watch me speak from my heart. When it comes to you, comes to you. അമ്മ 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 സഞ്ജു, എന്നെ പേടിപ്പിച്ച് കളഞ്ഞില്ല നീ. എന്തെന്നെ വിളിച്ചത്? പറ നീ. അമ്മ അല്ല, അമ്മയ്ക്ക് അത് ബിസിനസ്സിനെ പറ്റി മാത്രമല്ലേ പറയാൻ നേരമുള്ളൂ. സ്വന്തം ഭർത്താവിന് മോനും ഒന്നും നോക്കാൻ നേരമില്ലല്ലോ. ഞാൻ ഒരു ബിസിനസ്സിൻ്റെ CEO ആണ്. എനിക്കൊരു ജോലിയുണ്ട്. പക്ഷെ ഞാൻ അമ്മൻ്റെ മാതിരിയല്ല. അമ്മ പറഞ്ഞ കാരണം മാത്രമാണ് ഞാനൊരു CEO ആയത്. പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾ നോക്കിയിട്ടില്ലല്ലോ. ജോലി പൊക്കോട്ടെ, പക്ഷെ ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നില്ല അമ്മ. പിന്നെന്താ നിങ്ങൾ എങ്ങനെ? മിണ്ടി പോരുത് നീ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും ഞാൻ നടത്തി തന്നിട്ടുണ്ട് ഇല്ലേ? ഒരു ബിസിനസ്സിനെ പറ്റി പറഞ്ഞാലാണ് നീ ഇങ്ങനെ. വേണ്ടായിരുന്നു. എന്നാലും നിന്റെ സ്വന്തം അമ്മയാണെന്നെങ്കിലും ഓർക്കണം. അതെവിടെ അല്ലേ? പിന്നെ നിനക്കിപ്പോൾ 28 വയസ്സായി. നിന്റെ കല്യാണം എന്തായാലും നടപ്പിക്കണം. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് നടക്കുന്നേ. ബിസിനസ്സിനെ പറ്റി മാത്രം നോക്കാം. ആദ്യം ബിസിനസ്. കേൾക്കണ്ട? പൈസ കഴിഞ്ഞിട്ട് സ്നേഹവും പ്രണയം, അല്ലാണ്ട് പൈസൻ്റെ മേലേക്ക് ഒന്നും നടക്കില്ല. കേൾക്കണ്ട? ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. നിൻ്റെ ഓരോ മോഹങ്ങളും നടത്തി തന്നിട്ടാണ് നീ ഇങ്ങനെയായത്. അഹങ്കാരല്ലേ നിനക്ക്? എൻ്റെ കയ്യിൽ 1000കണക്കിന് പൈസ ഉണ്ട്. അതല്ലേ നിനക്ക് അഹങ്കാരം അല്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനും നിനക്കും എപ്പോഴെങ്കിലും പൈസ തരാണ്ടിരുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? അത് പറ. ഉണ്ട്, പൈസ തന്നുണ്ട്. അതിൻ്റെ അഹങ്കാരമാണ് പൈസേൻ്റെ അഹങ്കാരം അല്ലേ? ആമ്മ, എനിക്ക് പണത്തിൻ്റെ അഹങ്കാരം തന്നെയാ. പണം കഴിഞ്ഞിട്ടാണല്ലേ പ്രണയം? അല്ലമ്മ, അല്ല. പ്രണയം കഴിഞ്ഞിട്ട് പണം. അത് നിങ്ങൾ എന്താ അറിയുക? പാസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ല? എൻ്റെ പണ്ടത്തെ അമ്മ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്ന് ഓർക്കണെങ്കിൽ. മിണ്ടി പോവരുത് നീ. പണ്ടത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിപ്പിക്കരുതെന്ന് ഞാൻ പറയല്ലോ എന്നോട്. നിനക്ക് നിന്റെ പണ്ടത്തെ അമ്മേനെ വേണം അല്ലേ? പറ്റൂല. അമ്മയല്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കണത്. പോയിട്ട് അച്ഛനെ വിളിക്ക്. അച്ഛനോട് പറ പച്ചക്കറികൾ കൊണ്ടുവരാൻ. ഇന്ന് ഭക്ഷണം വേണ്ടേ നിങ്ങൾക്കൊന്നും? അതോ പട്ടിണി കൊടുക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കണ? പോയി പറ. എന്തമ്മ ഇങ്ങനെ? എൻ്റെ പണ്ടത്തെ അമ്മ ആയിക്കോടെ. എൻ്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞല്ലോ. ഒരു പാസ്റ്റ് കാര്യമുണ്ട് ഇപ്പോൾ എൻ്റെ ജീവിതം. എന്നെ വിട്ടമ്മ, വീടല്ല. ഞാൻ പോണേ റൂമിലേക്ക്. ഓ, ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് സ്വസ്ഥതയുണ്ട്. അമ്മൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇനി അച്ഛനെ വിളിക്കട്ടെ ഞാൻ. ഹലോ അച്ഛ, ഇത് ഞാനാണ് സഞ്ജു. കുറച്ച് പച്ചക്കറി കൊണ്ടുവന്നോട്ടോ വീട്ടിൽ വരുമ്പോൾ. സഞ്ജു മോനെ, എന്താണ് നീ കരയണേ? എന്താ പറ്റിയത്? അമ്മ വീണ്ടും ചീത്ത പറഞ്ഞു നിന്നെ? നിന്റെ അമ്മ ഒന്നും ചീത്ത പറയില്ല അല്ലേ? എന്ത് പറയാനും നീ പോയത് അമ്മൻ്റെ അടുത്ത്? ഇല്ല അച്ഛാ, അച്ഛൻ കുറച്ച് പച്ചക്കറി കൊണ്ടുവന്നാൽ മതി. ഞാൻ എൻ്റെ കണ്ണിൽ അത് കുറച്ച് പൊടി വേദന. അച്ഛൻ വേഗം വന്നാൽ മതി. സഞ്ജു, എടാ നീ എന്തിനാ കരയണേ? ഹലോ കട്ട് ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ? സഞ്ജു ഡാ
ഇത് ഏട്ടനല്ലേ? ഏട്ടൻ എന്തിനാ ഇപ്പോൾ വിളിക്കണേ? ഹലോ, എന്തിനാ വിളിച്ചത്? ആ മോൻ പറഞ്ഞില്ലേ പച്ചക്കറി കൊണ്ടുവരുന്നത്? നിന്റെ ഒരു പച്ചക്കറി എടി, നീ ഒരു ചീത്ത പറഞ്ഞു എൻ്റെ മോനെ. അല്ല, അവന് മിണ്ടില്ല. നീ വേഗം പോവാ അവൻ്റെ റൂമിലേക്ക്. അവൻ്റെ കോൾ കട്ടായിട്ടില്ല, അതാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും മിണ്ടും. ഇപ്പോൾ മിണ്ടില്ലടാ, നീ വേഗം പോവാന്നിരിക്കേ. ഈശ്വര, ഞാൻ ചീത്ത പറഞ്ഞല്ലോ നേരത്തെ. ഏട്ടാ, ഞാൻ കുറച്ചെങ്കിലും വിളിക്കാം. ഞാൻ പെട്ടെന്നൊന്ന് പോട്ടെ. ഞാൻ വലിയ തെറ്റല്ല ചെയ്തത്. ഈശ്വര, ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? മോനെ, മോനെ തുറക്കണത് ഞാനാണ്, അമ്മ. മോനെ, ഡോർ ലോക്കല്ലേ? മോനെ, മോനെ. ഇല്ല, പ്ലീസ് പ്ലീസ് വിട്, വിട് എന്നെ, വിട് പ്ലീസ് പ്ലീസ്. എനിക്ക് ശ്വാസം കിണില്ല, എന്നെ വിട് പ്ലീസ്. മോനെ, മോനെ, മോനെ. മോനെ, 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 എനിക്ക് മോനെ പ്ലീസ്. മോനെ കണ്ണ് തുറക്ക് മോനെ, മോനെ കണ്ണ് തുറക്ക് പ്ലീസ്. അവനെ വീണ്ടും പിടിച്ച അമ്മയെ രക്ഷിക്കും. ഇല്ല ഇല്ല, അവരൊന്നും പിടിച്ചില്ലെങ്കിൽ പ്ലീസ് കം ഡൗൺ. ഇല്ല മോനെ, അവരെന്നെ പിടിച്ചിട്ടില്ല. ഞാൻ നിന്റെ അടുത്ത് നോക്കി, ഇപ്പൊ നമ്മുടെ വീട്ടിലാണ്. കം ഡൗൺ. ഞാനിപ്പോ നമ്മുടെ വീട്ടിലാണല്ലേ അമ്മ. നമ്മുടെ പണ്ടത്തെ ഓർമ്മകള് എനിക്കിപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് പറ്റില്ല അമ്മ. ഇപ്പം ഞാൻ എന്ത് ചെയ്യും അമ്മ? എനിക്കൊന്ന് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കണം. ഒന്നമ്മ പോകോ പ്ലീസ്? ശരി, പക്ഷേ നിനക്ക് വീണ്ടും ഇതുമാതിരി തോന്നിക്കുന്നുണ്ടെങ്കിൽ എന്നൊന്ന് വിളിക്കണട്ടോ. നീ ഇതുമാതിരി ഒറ്റയ്ക്കിരിക്കരുത്. ഞാൻ ചീത്ത പറഞ്ഞു വിചാരിച്ചിട്ടല്ലേ നീ എന്നെ വിളിക്കാത്ത. സോറിടാ, ആ സമയത്ത് എനിക്ക് കേട്ടാ. നിനക്ക് മനസ്സിലാണല്ലോ എൻ്റെ സിറ്റുവേഷൻ. ഓക്കെ ഓക്കെ, ഞാൻ പോവാം. ഓക്കെ, നീ ഒന്നും പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർമ്മിക്കണ്ട. ഓക്കെ ഓക്കെ. ഈശ്വര, എൻ്റെ മോന് വീണ്ടും അത് പണ്ടത്തെ ഓർമ്മകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതൊരിക്കലും ഇനി തിരിച്ചു വരരുത്. അമ്മ എപ്പോഴും പറയും പണ്ടത്തെ കാര്യങ്ങൾ ഒന്നും ഓർമ്മിക്കരുതെന്ന്. പക്ഷെ എങ്ങനെ എനിക്ക് പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മിക്കാണ്ടിരിക്കാൻ പറ്റും? എങ്ങനെ പറ്റും എനിക്ക്? ഇങ്ങനെയൊക്കെ നടക്കുന്നു ഞാൻ വിചാരിച്ചില്ല. May I come in, Sanjay sir? യെസ്, കമിൻ. താനാണോ പുതിയ സ്റ്റാഫ് നന്ദന, റൈറ്റ്? അതെ സാർ, എൻ്റെ പേര് നന്ദന എന്നാണ്. പിന്നെ സാർ, എൻ്റെ ക്യാബിൻ എവിടെയാണെന്നൊന്ന് പറഞ്ഞാൽ നന്നാകും. സോറി, ഞാനിപ്പോൾ ബിസിയാണ്. പുറത്തുള്ളവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും തൻ്റെ ക്യാബിൻ എവിടെയാണ്. പിന്നെ ഞാൻ ഒരേയൊരു ഫയൽ തരുന്നതോ, താൻ ന്യൂ ആണല്ലോ, അപ്പോൾ ഇത് ഒരെണ്ണം ചെയ്താൽ മതി, ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ തനിക്ക് ഇപ്പോൾ ന്യൂ ആയ കാരണമാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ 2-3 ഫയൽസ് തരും. അത് വീട്ടിൽ നിന്ന് ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ചെയ്യണം കേട്ടോ. വർക്ക് കൂടുതലാണെങ്കിൽ തനിക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യണം. അടുത്ത ദിവസം തന്നെ കൊണ്ടുവരണം, 2-3 ദിവസം പിടിക്കരുത്, അല്ലെങ്കിൽ ഞാൻ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കണം കേട്ടോ. ഇതേമാതിരി കുറേ ആൾക്കാർ വന്നിട്ട് ഇതേമാതിരി നടന്നുണ്ട്, അതുകൊണ്ട് പറയണേ. തന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്, തൻ്റെ എനർജി കണ്ടിട്ട് ഞാൻ ഈ പറയുന്നു കേട്ടോ. ഞാൻ ഒരേ ഫയൽ തരുന്നുള്ളൂ, ഇത് കുറച്ചുള്ള ചെയ്യാൻ എന്നാ കേട്ടോ. തൻ്റെ ക്യാബിൻ എവിടെയാണെന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ പുറത്തുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി.
കുഞ്ഞു പിള്ളേരുടെ മാതിരി ബുക്കിലെഴുതി വായിച്ച് പഠിച്ച് വന്നിരിക്കണം ഇങ്ങോട്ട്. പിന്നെ ഒരു ഫയൽ ചെയ്തില്ലെങ്കിൽ എന്നെ പുറത്താകാൻ പോവല്ലേ, കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നതാ. പിന്നെ ഇയാളുടെ വിചാരണം തെറ്റാ, ഇയാൾ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെയാണ്, പക്ഷെ ഇയാൾ കുറച്ച് ഓവർ റിയാക്ടിങ് കൂടിയാണ്. ശരി സാർ, എന്നാൽ ഞാൻ പോട്ടെ. എനിക്കിന്ന് ഈ ക്യാബിനിലൊക്കെ ഒന്ന് പോകണം കേട്ടോ സാർ. ഇത്രയും വേറെ വഴിയില്ല കുന്ത്രാണ്ടം.